ശിവപാർവണ ഭാഗം 5. രചനാ സംഭാഷണം രുദ്രപ്രിയ. സെയിൽസ്മാൻ വേഗത്തിൽ ശിവ പറഞ്ഞ കുറച്ച് ഫോണുകൾ എടുത്തു കാണിച്ചു. വർണ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. ശിവ ഓരോ ഫോണായി എടുത്ത് വർണ്ണയെ കാണിച്ചു. ശിവേട്ടൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് തന്നാൽ മതി. ഒടുവിൽ വർണ്ണ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ശിവ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ സെലക്ട് ചെയ്തു. പവി വേഗം അതിൻ്റെ ക്യാമറ ഓണാക്കി 3 പേരും കൂടിയുള്ള സെൽഫി എടുത്തു. അതിനുശേഷം എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും വർണ്ണയും ശിവയും കൂടിയുള്ള ഫോട്ടോയും 2 പേരും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോസും എടുത്തു. സിം കാർഡ് സെലക്ട് ചെയ്തു. ആ നമ്പർ ശിവ സേവ് ചെയ്തു. അതിൽ വാട്സാപ്പ് വരെ ചേർത്ത് എടുത്ത ഫോട്ടോ സെൻഡ് ചെയ്തു. എല്ലാം ഫങ്ഷൻ ചെയ്തിട്ടാണ് വർണ്ണയെ ഫോൺ ഏൽപ്പിച്ചത്. അപ്പോഴേക്കും പ്രതാപനെത്തി ബില്ല് സെറ്റിൽ ചെയ്തു. എന്നാൽ നമുക്ക് ഓരോ കാപ്പി കുടിച്ചാലോ ശിവ? അത് പിന്നെ ആയാലോ അങ്കിൾ. അതെന്താടോ, ഞങ്ങളോടൊപ്പം ഒരു കാപ്പി കുടിച്ചാൽ? വാടോ. വലിയ ഫോർമാലിറ്റി കാട്ടാതെ. കാപ്പി കുടിക്കുമ്പോൾ അനുസരണയില്ലാതെ ശിവയുടെ കണ്ണുകൾ വർണ്ണയെ തേടി ചെന്നു. പക്ഷെ അവളുടെ കൃഷ്ണമണികൾ അപ്പോഴെല്ലാം ഒന്നിലും ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചലിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ, എനിക്ക് 1-2 അത്യാവശ്യം കൂടിയുണ്ട്. പവിയോട് യാത്ര പറഞ്ഞ് ശിവ വർണ്ണയുടെ അടുത്തേക്ക് നീങ്ങി. ഞാൻ ഇറങ്ങട്ടെ വർണ്ണ. അവൾ മുഖമുയർത്താതെ ശിരസ് ചലിപ്പിച്ചു. ശിവ വേഗം അവിടെ നിന്നും നടന്നു നീങ്ങി. ഡ്രൈവിങ്ങിനിടയിൽ ശിവ വാട്സാപ്പ് ഓണാക്കി വർണ്ണയുടെ ഫോണിൽ നിന്നും അയച്ച ഫോട്ടോസ് നോക്കി. അവളുടെ മുഖം കാണെ ഉള്ളിൽ നിറഞ്ഞു തൂവിയ സങ്കടം കണ്ണുനീരായി ഒഴുകി. ഇല്ല പെണ്ണേ, ഒരുപാട് ഞാൻ നിനക്ക് ഇനി വേദനിക്കേണ്ടി വരില്ല. കുറച്ച് നാൾ കൂടി ഇങ്ങനെ പോട്ടെ. അതിനുശേഷം എന്ത് വേണമെന്ന് എനിക്കറിയാം. വീട്ടിലെത്തിയ വർണ്ണ നേരെ കട്ടിലേക്ക് വീണു. തലേണയിൽ മുഖം ചേർത്തു. ശിവയുടെ മുഖം ആലോചിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നോ? അന്ന് അച്ഛനോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ഈ നഷ്ടമുണ്ടാകുമായിരുന്നില്ല. വർണ്ണ വേഗം ഫോൺ കൈകളിലെടുത്തു. ശിവ എന്ന പേര് കണ്ട് അവളുടെ ഹൃദയം ക്രമാതീതമായി ഒടിക്കാൻ തുടങ്ങി. ഒരിക്കൽ മനസ്സിൻ്റെ ഉള്ളിൽ പൂട്ടിവെച്ച മുഖമാണ്. വീണ്ടും അത് പുറത്തേക്ക് വരാതെ നോക്കിയേ മതിയാകൂ. അവൾ ഫോട്ടോ എടുത്തു നോക്കി. കണ്ണുകൾ നിറഞ്ഞു. ഇല്ല ശിവേട്ട, ഞാൻ ഇനി നിങ്ങളെ ആഗ്രഹിക്കില്ല. കുറച്ച് നേരത്തേക്കാണെങ്കിലും താലി കെട്ടിയ പുരുഷൻ മരണപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളെ എങ്ങനെ വേഗം മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും? അവൾ ഫോൺ മാറ്റിവെച്ചു. വീട്ടിലെത്തിയ ശിവപ്രിയയോട് വർണ്ണയെ കണ്ട കാര്യങ്ങൾ സംസാരിച്ചു. അവൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി മോളെ. എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ് അവൾ സ്വയം ഒരു ചട്ടക്കൂടുണ്ടാക്കി അതിലൊതുങ്ങുവാണ്. അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കും. അത് പാടില്ല. നീ ഇടയ്ക്ക് അവിടെ പോയി അവളെ പുറത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ മാത്രമേ അവൾക്ക് നമ്മുടെ പഴയ വർണ്ണയാകാൻ കഴിയൂ. ഷോപ്പിൽ വെച്ചെടുത്ത ഫോട്ടോസ് എല്ലാം പ്രിയയെ കാണിച്ചു കൊടുത്തു. ഇത് കൊള്ളാലോ ഏട്ടാ. അത് പവിയുടെ പണിയാണ്. അവളെ കൊണ്ട് ഇത്രയും ഉപകാരം ഉണ്ടായോ? പിന്നെ ഏട്ടാ, മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്. ഏട്ടാ നല്ല ഒരു പ്രസൻറ്റ് വാങ്ങി തരണം. അതിനെന്താ, നാളെ തന്നെ പോയേക്കാം. ആവശ്യമുള്ളതൊക്കെ വാങ്ങാം. പിന്നെ ഏട്ടാ, എനിക്കൊരു ഐഡിയ. ഈ ബർത്ത്ഡേ നമുക്കൊരു ആഘോഷമാക്കിയാലോ? അതെന്താ പെട്ടെന്നൊരാഘോഷ കമ്മിറ്റി? ഏട്ട ഒരു മണ്ടൻ തന്നെ. ബർത്ത്ഡേ ഫംഗ്ഷൻ ആക്കിയാൽ നമുക്ക് ഫാമിലിയിലും ഫ്രണ്ട്സിനെയും വിളിക്കാം. അപ്പോൾ പ്രതാപ അങ്കിളിനെയും വിളിക്കാമല്ലോ. വർണ്ണ അപ്പോൾ എന്തായാലും വരും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എൻ്റെ പൊന്നുമോളെ, ഏട്ടൻ എത്രയ്ക്ക് കടന്ന് ചിന്തിച്ചില്ല. നീ എൻ്റെ മുത്താണ്. അതൊരു നല്ല ഐഡിയയാണ്. നമുക്കിത് അച്ഛനോടും അമ്മയോടും പറയാം. ശിവപ്രിയയുടെ കൈയും വലിച്ചു പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി. ഇതെന്താ അനിയത്തിയും ചേട്ടനും ഒരു കള്ളലക്ഷണം? 2 പേരുടെയും വരവ് കണ്ട് സേതു ചോദിച്ചു. അമ്മേ, പ്രിയയുടെ പിറന്നാൾ നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിച്ചാലോ? അമ്മയുടെ അഭിപ്രായം എന്താ? അതെന്താ പെട്ടെന്നൊരാഘോഷം? പെട്ടെന്നല്ലല്ലോ, നാളെ കൂടി സമയമുണ്ട്. അതുകൊണ്ട് എന്തായാലും പെട്ടെന്നൊന്ന് പറയണ്ട. ഇപ്പോൾ ഒരു പിറന്നാൾ ആഘോഷം എന്തിനാ മോനെ? രാജൻ ശിവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ലച്ചാ, അവളുടെ ഒരു ആഗ്രഹമല്ലേ, അത്രയേ ഉള്ളൂ. ശരി, നാളെ തന്നെ വേണ്ടത് ചെയ്യാം. എന്തായാലും വിളിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് എടുക്ക്. അങ്ങനെ ഒരുപാട് പേരൊന്നും വേണ്ട രാജേട്ടാ. സുഭദ്രയും സൂര്യമോളും പിന്നെ ബാലേട്ടനും പ്രതാപനും ഭാമയും വർണ്ണമോളും പവിയും പിന്നെ 1-2 അടുത്ത സുഹൃത്തുക്കളും. സേതു, വർണ്ണമോൾ അവൾ വരുമോ? നിർബന്ധിച്ച് കൊണ്ടുവരാൻ ഭാമയെ വിളിച്ച് പറയണം. അവൾക്കൊരു മാറ്റം ആവശ്യമാണ്. ഞാൻ വരുന്നില്ലമ്മേ, നിങ്ങളെല്ലാവരും കൂടി പോയാൽ മതി. കാര്യം അറിഞ്ഞപ്പോൾ വർണ്ണ ആദ്യമേ ഒഴിഞ്ഞു മാറി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ. സേതുവും പ്രിയയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്നെ കൂട്ടിച്ചെല്ല, ഇല്ലെങ്കിൽ പിന്നെ പിണങ്ങും. വാ ചേച്ചി, നമുക്ക് പോവാം. ചേച്ചി ഇല്ലല്ലോ, ഒരു രസവും ഇല്ല. നമുക്ക് പോകണം ചേച്ചി. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ.
ഏറെ നാളുകൾക്ക് ശേഷം വർണ്ണ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് സ്വന്തം രൂപം ഒന്ന് നോക്കി. പവി എടുത്തു വെച്ച് ബ്ലൂ കളർ ചുരിദാർ ധരിച്ചു. അതിന് ചേർന്ന കമ്മലും വളയും അണിഞ്ഞു. നെറ്റിയിൽ ചെറിയൊരു സ്റ്റോണിൻ്റെ പൊട്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണൂ അങ്ങനെ ഒരു പൊട്ട്. രാജൻ്റെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം പാർട്ടി തുടങ്ങാനുള്ള സമയമായി. എല്ലാവർക്കും ഒപ്പം എത്തുന്ന വർണ്ണയെ കണ്ടപ്പോൾ ശിവയുടെ കണ്ണ് വിടർന്നു. സേതുവും പ്രിയയും ചേർന്ന് വർണ്ണയുടെ ഇടവും വലവുമായി നിന്നു. അവളെ ഇഷ്ടപ്പെടാതെ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. ഓഹ്, കെട്ടിയോൻ ചത്ത് അധികം ആകും മുമ്പേ കെട്ടിയൊരുങ്ങി ബർത്ത്ഡേ ഫംഗ്ഷന് വരാനുള്ള അവളുടെ തൊലിക്കട്ടി പറയാതിരിക്കാൻ വയ്യ. ഈ പെൺകൊച്ചിൻ്റെ ദോഷം കൊണ്ട് ആ ചെക്കൻ മരിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. സുഭദ്രയെ കൂടെ നിന്ന ആളുകളോടായി പറഞ്ഞു. എൻ്റെ സുഭദ്രേച്ചി, ആ കൊച്ചൊരു പാവമാണ്, അതിനെങ്ങനെ ദൂഷിക്കല്ലേ. നിങ്ങൾക്കൊരു മോളുള്ളതല്ലേ, അതുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെ ഇങ്ങനെ അളക്കുന്ന പണി നിങ്ങളൊന്ന് നിർത്തിയേ. എത്ര നാളാണ് ആ കൊച്ചു ഡിപ്രഷനിലായിരുന്നത് എന്നറിയാമോ? ഇപ്പോഴാണ് ആ കൊച്ചു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. അതിൻ്റെ വിവാഹം നടന്ന് മണിക്കൂറുകളാവും മുമ്പ് ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിച്ചു. അതേസമയം ആ കൊച്ചാണ് മരിച്ചതെങ്കിൽ ഭർത്താവിൻ്റെ ദോഷം കൊണ്ടാണെന്ന് പറയുമോ? ഓരോ വർത്തമാനങ്ങൾ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലേ തള്ളേ? പെട്ടെന്നാണ് വർണ്ണ അത് ശ്രദ്ധിച്ചത്. അറിയാതെ മുന്നിലേക്ക് വച്ച കാൽ അവൾ പിന്നോട്ടെടുത്തു. തിരികെ ഇറങ്ങാൻ ഭാവിക്കും മുമ്പ് ആരോ അവളുടെ കയ്യിൽ പിടിച്ചു. വർണ്ണ മുഖമുയർത്തി നോക്കുമ്പോൾ അത് സേതുവാണ്. സേതു വേഗം വർണ്ണയുടെ കൈപിടിച്ച് സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി എന്താ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് മണിക്കൂർ നേരമേ ആയുള്ളൂ എങ്കിലും ഇവൾ വിധവ. എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നു സുഭദ്രേച്ചി? ഞങ്ങളുടെ പ്രിയമോളും സൂര്യയും വർണ്ണയും ഒരേ പ്രായക്കാരല്ലേ? നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ നിന്നും വർണ്ണമോളെ ഒരു വിധത്തിലാണ് ഈ അവസ്ഥയിലെത്തിച്ചത്. നിങ്ങളിത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അന്ന് അപകടത്തിൽ ഇവൾക്കാണ് അപകടം പറ്റിയതെങ്കിൽ ആ പയ്യൻ കുറ്റക്കാരനാകുമായിരുന്നു. നിങ്ങൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ. ഭാമയും പ്രതാപനും വർണ്ണയുടെ അടുത്തേക്ക് വന്നു. പ്രിയയും പവിയും വർണ്ണയുടെ അടുത്ത് തന്നെയുണ്ട്. സേതുവും ഭാമയും പ്രതാപനും രാജനും അവിടേക്ക് എത്തി. നിന്റെ ഈ സ്വഭാവം നിർത്താറായില്ലേ സുഭദ്രേ? നമ്മുടെ സൂര്യമോളുടെ പ്രായമല്ലേ ഉള്ളൂ ഈ കൊച്ചിന്. അതിനിങ്ങനെ ദൂഷിക്കുന്നത് നല്ലതല്ല. ബാലൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഞാനിപ്പോൾ എന്ത് പറഞ്ഞെന്നാ? നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മെക്കിട്ട് കയറാൻ. കെട്ടിയോൻ ചത്ത് മലക്കും മുമ്പേ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കാൻ ഈ കൊച്ചിന് കഴിയുന്നല്ലോ. സമ്മതിക്കണം സുഭദ്രേ. ആ വിളിയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൈ നിൻ്റെ കവിളി പതിയും. എല്ലില്ലാത്ത നാവുണ്ടെന്ന് കരുതി ആരെ എന്ത് പറയാമെന്ന് കരുതരുത്. രാജനിൽ നിന്നും സുഭദ്ര അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചിട്ടാ എൻ്റെ അതിഥികളായിട്ടാണ് പ്രതാപനും കുടുംബവും വന്നത്. അപ്പം അവരെ അപമാനിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? സുഭദ്രയുടെ മുഖം അപമാനഭാരത്താൽ കുനിഞ്ഞു. സേതു എല്ലാവരെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവും. അപ്പോഴേക്കും വർണ്ണയുടെ കാതുകളിൽ സുഭദ്രയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ കേട്ടു. ഫ്രണ്ട്സിനൊപ്പം കുറച്ചു നേരം ചിലവിട്ട് പ്രിയ ശിവയുടെ അടുത്തേക്ക് വന്നു. വർണ്ണയെ തിരിഞ്ഞ് ശിവയോട് പ്രിയ നടന്നതൊക്കെ പറഞ്ഞു. അവൻ്റെ മുഖം ക്രോധത്താൽ വലിഞ്ഞു. ഈ സ്ത്രീയെ ഞാനെന്ന്. ശിവ അടുത്ത് കണ്ട ചേറ് ചവിട്ടി എറിഞ്ഞ് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് പ്രിയ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട ഏട്ടാ, പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മൾ വർണ്ണയുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം. അവൾ ഇപ്പോൾ തന്നെ തലവേദന എന്ന് പറഞ്ഞ് മുറിയിൽ കിടക്കുകയാണ്. ഇനി അവളെ വിഷമിക്കേണ്ട. ശിവ അടുത്ത് കണ്ട ചേറിലിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഗസ്റ്റ് പോകാൻ തുടങ്ങി. ഇന്നിവിടെ കഴിച്ചു കൂട്ടിയാൽ പോരെ? രാജൻ പ്രതാപനോടും ഭാമയോടും ചോദിച്ചു. ഇല്ല രാജ, പോട്ടെ. അത് ശരിയാവില്ല. എങ്കിൽ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. അപ്പോഴേക്കും വർണ്ണയും പ്രിയയും ഭാമയും അവിടേക്ക് വന്നു. ഇറങ്ങട്ടെ ആൻറ്റി? വർണ്ണ സേതുവിൻ്റെ കയ്യിൽ പിടിച്ചു. പോയിട്ട് വാ മോളെ. സുഭദ്ര പറഞ്ഞത് കാര്യമാക്കേണ്ട. അതങ്ങനെ ഒരു ജന്മം. നാത്തൂനെ അങ്ങനെ അങ്ങ് പറയാതെ. പെട്ടെന്ന് സുഭദ്ര അവിടേക്ക് വന്നു. ഞാൻ പറയുന്നതിലും ചില കാര്യമുണ്ട്. ഭർത്താവ് മരിച്ച ഏതെങ്കിലും സ്ത്രീകൾ കഴുത്തിൽ താലിയിട്ട് നടക്കുമോ? ഈ കൊച്ചിൻ്റെ കഴുത്തിൽ താലി കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ. നിങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ? അതോ മോക്ക് പറഞ്ഞു കൊടുക്കാത്തതോ? അപ്പോഴാണ് എല്ലാ പേരും അതിനെക്കുറിച്ച് ഓർത്തത്. ആക്സിഡൻറ്റിൻ്റെ നടന്നത് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയി നടന്നപ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ല. ഇടയ്ക്ക് വെച്ച് ശ്യാമിൻ്റെ അമ്മ വന്നപ്പോൾ പോലും മറ്റൊരു മാല അവൾക്ക് സമ്മാനിച്ചതിൻ്റെ ഒപ്പം താലിമാല അഴിച്ചു വാങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വർണ്ണ അത് കൊടുത്തില്ല. ഞാനത് മറന്നു ചേച്ചി, ഭാമ വിക്കി മറുപടി പറഞ്ഞു. വർണ്ണയ്ക്ക് ആ താലി തന്നെ ചുട്ടു പൊള്ളിക്കുന്നതായി തോന്നി. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലി തീർത്തൊഴുകി. കാറ്ററിംഗുകാരെ സെറ്റിൽ ചെയ്യാൻ പോയി വന്ന ശിവ കാണുന്നത് സുഭദ്രയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്ന വർണ്ണയെയാണ്. ശിവ കാറ്റുപോലെ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്കിത് എന്തിൻ്റെ കുഴപ്പമാണ് അമ്മായി? ഏത് നേരവും ആ പാവത്തിന് ഇങ്ങനെ കുത്തുന്നത്? നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരു മകൾ. അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? ഇത് വലിയ സൂക്കേടാണല്ലോ. ഡാ, നീ ഇതെന്തറിഞ്ഞിട്ടാ എൻ്റെ മെക്കിട്ട് കയറുന്നേ? കല്യാണം കഴിഞ്ഞ്
കെട്ടിയോൻ ചത്തിട്ട് ഈ കൊച്ചു താലിയോട്ട് നടക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത് ഇപ്പോൾ അത്രയും വലിയ തെറ്റാണോ? അപ്പോഴാണ് ശിവ അത് ശ്രദ്ധിച്ചത്. അന്ന് ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ആ കഴുത്തിലുണ്ടായിരുന്ന അതേ മാല, പക്ഷേ അത് ടോപ്പിനുള്ളിലായിരുന്നു. ഇന്നത് പുറത്ത് കിടക്കുന്നു. മാലയുടെ തുമ്പിൽ ശ്യാമിൻ്റെ പേര് കൊത്തിയ താലി. ശിവയുടെ കണ്ണുകൾ ആ താലിയിൽ പതിച്ചതും അവൾ വേഗം അതിർത്ത് ടോപ്പിൻ്റെ ഉള്ളിലേക്കിട്ടു. ഓടി കാറിൽ കയറി. ഭാമയും പവിയും പ്രതാപനും അവിടെ നിന്നിറങ്ങി. സേതുവും രാജനും പ്രിയയും കാർ കണ്ണിൽ നിന്നും മറയുന്നവർ നോക്കി നിന്നു. ഇങ്ങനെയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ തോന്നിയ നേരത്തെ ശിവയും പ്രിയയും ശപിച്ചു. അവരുടെ ചിന്ത മുഴുവനും കരഞ്ഞു കളിക്കിയ കണ്ണുകളുമായി തങ്ങളെ നോക്കുന്ന വർണ്ണയിലായിരുന്നു. വീട്ടിലെത്തിയതും വർണ്ണ വേഗം മുറിയിലേക്ക് പോയി. പിന്നാലെ പോകാൻ തുനിഞ്ഞ പവിയെ ഭാമയും പ്രതാപനും തടഞ്ഞു. അവൾ സ്വസ്ഥമായി കുറച്ചുനേരം ഇരുന്ന് കരഞ്ഞു സമാധാനിക്കട്ടെ, ശല്യം ചെയ്യണ്ട. രാത്രിയിൽ കിടന്നിട്ട് വർണ്ണയ്ക്ക് ഉറക്കം വന്നില്ല. വർണ്ണ പതിയെ എഴുന്നേറ്റ് താലിമാലയിൽ പിടുത്തം മുറുക്കി കണ്ണുകളടച്ചു. ശ്യാം അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന രംഗമാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. 2 തുള്ളി കണ്ണുനീര് കവിളുകളെ ചുംബിച്ച് താലിയിൽ വീണു പൊള്ളി. അവൾ മാല പതിയെ കയ്യിൽ ഊരിയെടുത്തു. താലിയിലൊന്ന് ചുംബിച്ചു. പതിയെ മേശയുടെ മേൽ വെച്ചു. പറ്റുന്നില്ല എനിക്ക്, ഇതൊക്കെ സഹിക്കാൻ. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം. കൈകൂപ്പി നിന്നു വർണ്ണ. രാത്രിയിൽ കിടന്നിട്ട് വർണ്ണയ്ക്ക് ഉറക്കം വന്നില്ല. വർണ്ണ പതിയെ എഴുന്നേറ്റ് നടന്നു. രാത്രിയിൽ കിടന്നിട്ട് വർണ്ണയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ എഴുന്നേറ്റ് നടന്നു. താലിമാലയിൽ പിടുത്തം മുറുകി പതിയെ കണ്ണുകളടച്ചു. ശ്യാം അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന രംഗം അവളുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു. അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. 2 തുള്ളി കണ്ണുനീർ കവിളുകളെ ചുംബിച്ച് താലിയിൽ വീണു. പറ്റുന്നില്ല എനിക്കിതൊക്കെ സഹിക്കാൻ. അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം. കൈകൂപ്പി നിന്നു വർണ്ണ. പിന്നെ കയ്യിൽ കരുതിയ ബ്ലേഡ് എടുത്ത് കൈത്തണ്ടയിൽ താഴ്ത്തി. രക്തം ഒലിച്ചിറങ്ങി കണ്ണുകൾ അടയും മുമ്പ് അവൾ വാഷ്റൂമിൽ കയറി വാതിൽ ചാരി. പവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായി വർണ്ണയ്ക്കൊപ്പമാണ് കിടക്കുന്നത്. ഇന്ന് ചേച്ചി ഇത്രയും വിഷമിച്ച് കിടക്കുമ്പോൾ എനിക്കിവിടെ കിടക്കാൻ കഴിയുന്നില്ല. പവി വേഗം വർണ്ണയുടെ റൂമിനടുത്തേക്ക് പോയി. മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ വർണ്ണ വാഷ്റൂമിലാണെന്ന് പവിക്ക് മനസ്സിലായി. പവി വേഗം വർണ്ണയുടെ കട്ടിലിൽ കിടന്നു. നേരെ ഇത്തിരിയായിട്ടും വർണ്ണ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. പവി എഴുന്നേറ്റ് വാഷ്റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ചെന്ന് ഡോറിൽ കൈവച്ചതും ഡോർ തുറന്നു. അകത്തെ കാഴ്ച കണ്ട് നിലവിളിയോടുകൂടി വാഷ്റൂമിലേക്ക് കയറി. കയ്യിൽ നിന്നും ചോര ഒലിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന വർണ്ണ. അച്ഛാ, അമ്മേ, ഒന്ന് വേഗം വാ. ചേച്ചി, ചേച്ചി കണ്ണു തുറക്ക് ചേച്ചി. അപ്പോഴേക്കും ഒച്ച കേട്ട പ്രതാപനും ഭാമയും അവിടേക്ക് വന്നു. എൻ്റെ മോളെ. ഭാമേ വാക്കുകൾ ഇടറി കണ്ണുകൾ പൊഴിച്ചു. പ്രതാപനും പവിയും ചേർന്ന് വർണ്ണയെ എടുത്ത് കട്ടിലിൽ കിടത്തി. പവി വേഗം ഫോണെടുത്ത് പ്രിയയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ പവി. എന്താ മോളെ? പ്രിയേച്ചി, ചേച്ചി. വാ വിട്ട് നിലവിളിച്ചു പോയി പവി. എങ്ങനെയൊക്കെയോ കാര്യം പറഞ്ഞു. ഫ്രിയ ഫോൺ കട്ട് ചെയ്ത് ശിവയുടെ അടുത്തേക്ക് പാഞ്ഞു. ഏട്ടാ, വേഗം വണ്ടി ഇറക്ക്. വർണ്ണ ഒരു ബുദ്ധിമോശം കാണിച്ചു. രാജനും ശിവയും കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ പ്രതാപൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഗേറ്റ് കടന്ന് കാർ നിർത്തി ശിവ ഉള്ളിലേക്ക് പാഞ്ഞു. ശിവ കാറിൽ നിന്ന് ഇറങ്ങി ഓടുക തന്നെയായിരുന്നു. പിന്നാലെ തന്നെ രാജനും. ശിവ മുറിയിലെത്തുമ്പോൾ പ്രതാപനും പവിയും ചേർന്ന് വർണ്ണയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ശിവ വേഗം വർണ്ണയെ ഇരു കയ്യിലും കോരിയെടുത്ത് പുറത്തേക്കിറങ്ങി. പിന്നാലെ പ്രതാപനും രാജനും. കൈകളിൽ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. ശിവയുടെ ഹൃദയം കീറി മുറിക്കുന്നതായി തോന്നി. ആ മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നത് അവൻ അറിഞ്ഞു. അവളെയും കാറിൽ കിടത്തി ശിവ വേഗം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. രാജനും പ്രതാപനും ഭാമയും പവിയെയും കൊണ്ട് പിന്നാലെയും. ഹോസ്പിറ്റലിന് മുന്നിൽ കാറ് നിർത്തി വർണ്ണയെയും എടുത്ത് കാഷ്വാലിറ്റിയിലേക്ക് പാഞ്ഞു. മുറിവ് ആഴത്തിലുള്ളത്. ബ്ലഡ് ഒരുപാട് പോയതും അവളെ ഐസിയുവിലാക്കി. പുറത്ത് ചുമരിൽ നിൽക്കുമ്പോൾ അവൾ ഇന്ന് അനുഭവിച്ച അപമാനം എത്രമാത്രം അവളെ വേദനിപ്പിച്ചു എന്നതായിരുന്നു ശിവയുടെ ചിന്ത. ഒരു സ്ത്രീ വിധവയായാൽ സമൂഹത്തിന് മുന്നിൽ അവളല്ല ഏതെല്ലാം തരത്തിൽ അപമാനിക്കപ്പെടുന്നു. അതിൽ മനന്നൊന്ന് അവളുടെ മാതാപിതാക്കൾ ആരോടും ഒന്നും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിലടക്കി. ആരാ ഇപ്പോൾ വന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നത്? ഉടനെ ഈ മരുന്ന് വാങ്ങിക്കൊണ്ട് വരണം. ശിവ മരുന്ന് വാങ്ങാൻ പുറപ്പെടുമ്പോൾ രാജനും പ്രതാപനും അവിടേക്ക് വന്നു. നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ ഈ മരുന്ന് വാങ്ങിയിട്ട് വരാം. അതും പറഞ്ഞ് ശിവ അവിടെ നിന്നും പോയി. മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ചിലർ തന്നെ നോക്കുന്നത് കണ്ടു. എല്ലാവരുടെയും നോട്ടം അവൻ്റെ ഷർട്ടിലാണെന്ന്. അപ്പോഴാണ് ശിവ അത് ശ്രദ്ധിച്ചത്. ഷർട്ടിൽ നിറയെ ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നു. വർണ്ണയ്ക്ക് ബോധം വീണു. അവളെ റൂമിലേക്ക് മാറ്റി. മുറിയിലേക്ക് മാറ്റിയപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് എടുക്കുവാൻ ഭാമയും പ്രതാപും വീട്ടിലേക്ക് പോയി. പവിയും രാജനും ശിവയും അവിടെയുണ്ട്. മയക്കത്തിൽ നിന്നും ഉണർന്ന വർണ്ണ
4 പാടും നോക്കി. ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മരണം പോലും തന്നോട് ദയവ് കാട്ടുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയി. നോക്കുമ്പോൾ കണ്ടു മുറിയിൽ രാജനങ്ങൾ, പവി. പിന്നെ ആ നോട്ടം ചെന്ന് നിന്നത് കരഞ്ഞു കലങ്ങിയ 2 കണ്ണുകളിലായിരുന്നു. ഷർട്ടിലെ ചോരപ്പാടിൽ നിന്നും മനസ്സിലായി തന്നെ വാരിയെടുത്ത് ഇവിടെ എത്തിച്ചത് ആരാണെന്ന്. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. കുറ്റബോധം തന്നെ വേട്ടയാടുന്നു. എല്ലാ പേർക്കും താൻ ഒരുപാട് ദുഃഖം നൽകുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. വർണ്ണയുടെ മിഴികൾ നിറഞ്ഞു. ഇരി ചെന്നിയിലൂടെയും ഒഴുകാൻ തുടങ്ങി. ശിവ അത് കണ്ടു. അവൻ പവിയുടെ അടുത്തേക്ക് വന്നു. പവിമോൾ കുറച്ചു നേരം അച്ഛൻ്റെ ഒപ്പം പുറത്ത് നിൽക്ക്. എനിക്ക് വർണ്ണയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അച്ഛാ, മോളെയും കൂട്ടി പുറത്ത് നിൽക്ക്. രാജൻ പവിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ശിവ ഡോർ ലോക്ക് ചെയ്തു. വർണ്ണയുടെ അടുത്തേക്ക് കസേരയിട്ടിരുന്നു. വർണ്ണ അവനെ തന്നെ നോക്കി. ഇപ്പോൾ ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ എന്താണെന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. വർണ്ണ പതിയെ എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. എന്തിനാ വർണ്ണ സ്വയം ഇങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും തന്നെ സ്നേഹിക്കുന്നവരല്ലേ തോൽക്കുന്നത്? തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അച്ഛനും അമ്മയും അനുജത്തിയും തനിക്കുണ്ട്. അത് പലപ്പോഴും വർണ്ണ മറന്നു പോകുന്നു. സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെയൊക്കെ മുഖം ഒന്ന് ഓർത്തു നോക്കണം. നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്ന് ചിന്തിക്കുന്നവരെക്കുറിച്ച് ഓർക്കണം. വർണ്ണയുടെ കണ്ണുകൾ അപ്പോഴും ഒഴുകുന്നുണ്ടായിരുന്നു. ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ കഴിയില്ല വർണ്ണ. നിനക്ക് സംഭവിച്ചത് ആർക്കും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവാനാണ് തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് ചുറ്റുമുള്ള നിന്നെ സ്നേഹിക്കുന്നവരെ നീ അറിയുന്നില്ലേ വർണ്ണ? അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയ ശിവയുടെ കയ്യിൽ വർണ്ണ പിടിച്ചു. എന്നെക്കൊണ്ട് കഴിയാഞ്ഞിട്ടാ ശിവേട്ട, ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ചേർത്ത് വെച്ച ധൈര്യം മുഴുവനും ചോർന്നു പോകുന്നു. അപ്പോൾ പിന്നെ ഒന്നും പറ്റുന്നില്ല. വിങ്ങി പൊട്ടി കരയുന്നവളെ ശിവ ചേർത്ത് പിടിച്ചു. ശിവയുടെ മാറിലേക്ക് അവളുടെ സങ്കടം മുഴുവനും കരഞ്ഞു തീർത്തു. പെട്ടെന്നെന്തോ ഓർത്ത് വർണ്ണ ശിവയിൽ നിന്നും അകന്നു മാറി. സോറി ശിവേട്ടാ, ഞാൻ അറിയാതെ. വർണ്ണ, നീ എന്നെ അറിയാഞ്ഞിട്ടാണോ മോളെ? അതോ അറിഞ്ഞിട്ടോ അറിയില്ലെന്ന് ഭാവിക്കുന്നതോ? ശിവയിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ വർണ്ണ ഞെട്ടി ശിവയെ നോക്കി. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ പെണ്ണേ? ഈ ശ്രീശിവയുടെ ഹൃദയം ഓരോ നിമിഷവും തുടിക്കുന്നതും നിനക്ക് വേണ്ടിയാണ്. അത് നീ മനസ്സിലാക്കാത്തതെന്താ? ഞാനാണോ ശിവേട്ട മനസ്സിലാക്കാത്തത്? ഒരു വാക്കുപോലും പറയാതെ എന്നെ വിട്ടുകളഞ്ഞതാരാണ്? എന്നെ വർണ്ണ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. നിന്നോട് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ഞാൻ നിന്നോട് പറയാനിരിക്കുമ്പോഴാണ് നിന്നോട് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ഞാൻ നിന്നോട് പറയാനിരിക്കുമ്പോഴാണ് സിംഗപ്പൂർ പോകേണ്ടി വന്നത്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. നിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് പ്രിയ പറഞ്ഞന്ന് ഞാൻ തകർന്നു പോയി വർണ്ണ. ഇനി ഒന്നിനു വേണ്ടിയും ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല. എനിക്ക് നീ വേണം എൻ്റെ ജീവിതത്തിന് കൂട്ടായി. ശിവേട്ട, എനിക്കിനി ഒരിക്കലും ആ പഴയ വർണ്ണയാകാൻ കഴിയില്ല. ഞാനിപ്പോൾ വിധവയാണ്. കുറച്ച് നേരമെങ്കിലും മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നവളാണ്. എനിക്കിനി ശിവേട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. ചിലപ്പോൾ സുഭദ്ര ആൻറ്റി പറയും പോലെ എൻ്റെ ദോഷം കൊണ്ടാകുമോ? ഇല്ല, ഇനിയും ഒരു പരീക്ഷണം എനിക്ക് പറ്റില്ല. എൻ്റെ ശിവേട്ടനെ പെട്ടെന്ന് വർണ്ണം നിർത്തി. മതി, ഇത്രയും മതി. നിൻ്റെ വായിൽ നിന്നും ഇത്രയും കേട്ടല്ലോ, നിൻ്റെ ശിവേട്ടനെന്ന്. ഇനി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നോളാം. നിനക്ക് വേണ്ടി നിൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഉണ്ട്. എനിക്കത് മതി. അതും പറഞ്ഞ് ശിവ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ശിവ പുറത്തേക്ക് ഇറങ്ങിയതും രാജനും പവിയും മുറിയിലേക്ക് കയറി. എന്തിനാ മോളെ നീ ഈ കടുങ്കൈ ചെയ്തത്? നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഇത് എന്തുമാത്രം സങ്കടം നൽകിയെന്ന് നീ അറിയുന്നുണ്ടോ? എൻ്റെ പ്രതാപൻ അവൻ എല്ലാം ഉള്ളിലടക്കുവാണ്. ഇനിയും നീ ഇതുപോലെയുള്ള ബുദ്ധിമോശം കാണിക്കരുത്. നീ ആർക്കും ഒരു ഭാരമല്ല. പറയുന്നവർ പലതും പറയും. ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് മോള് മറക്കരുത്. നീ പഠിപ്പും വിവരവുമുള്ള കുട്ടിയാണ്. നിന്നെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഞങ്ങളെല്ലാവരും നിനക്ക് പ്രിയപ്പെട്ടവരാണ്. അതും പറഞ്ഞ് രാജൻ പുറത്തേക്ക് പോയി. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ? പാവ ശിവേട്ടൻ ഒരു വെപ്രളവും വിഷമവും കാണണമായിരുന്നു. ഓടുമായിരുന്നു ചേച്ചിയെ എടുത്ത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശിവേട്ടനെ ചേച്ചിയെ ഇഷ്ടമായിരുന്നു എന്ന്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം പവി വേഗം കുറച്ച് വെള്ളം എടുത്ത് വർണ്ണയ്ക്ക് കൊടുത്തു. അപ്പോഴേക്കും പ്രതാപനും ഭാമയും സേതുവും പ്രിയയും അവിടെ എത്തി. സേതു വർണ്ണയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ നെറുകിൽ തലോടി. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഉച്ചയായപ്പോൾ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയി. ഈ നേരം ഒന്നും പ്രതാപന് വർണ്ണയെ ഒരു നോട്ടം കൊണ്ടുപോലും ശല്യം ചെയ്തില്ല. അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. സേതുവും രാജനും വീട്ടിലെത്തുമ്പോൾ ശിവമുറിയിലുണ്ടായിരുന്നു. സേതു രാജനും അവൻ്റെ അടുത്തേക്ക് പോയി. ശിവ, അച്ഛാ,
വർണ്ണമോളെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നീ അവളോട് എന്തെങ്കിലും പറഞ്ഞു വച്ചാ? അവൾ എന്ത് പറഞ്ഞു ശിവ? ഇനി അവൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല. അവളുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ. അവൾക്കും എന്നെ ഇഷ്ടമായിരുന്നു അമ്മേ. അത് പറയുമ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ മുറിവേറ്റ മനസ്സാണ്. ആ മുറിവുണങ്ങാൻ സമയം എടുക്കും. അതുവരെ കാത്തിരുന്നേ മതിയാവും. എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല. തുടരും.